മാത്സ് ഓൾറെഡി വിട്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ തുറന്ന് നോക്കിയിട്ടേ ഇല്ല. അപ്പം അങ്ങനെ വന്നപ്പം ഫസ്റ്റ് കണ്ടപ്പോൾ പേടിയുണ്ടായിരുന്നു. പിന്നെ സ്വാതി മിസ്സാണ് ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ ഇംഗ്ലീഷ് ആയതുകൊണ്ടുകൂടി കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് മാത്സിന് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തുടക്കം തൊട്ടേ DAയും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഒക്കെ തുടക്കം മുതലേ ചെയ്ത് അങ്ങനെ ബെറ്റർ ആയ പോലെ തോന്നി. അത് മെമ്മറൈസ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ സ്റ്റോറീസൊക്കെ പോലെ ഞങ്ങൾ തന്നെ കമ്പൈൻ സ്റ്റഡിയൊക്കെ പോലെ നടത്തി ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ഓർത്തിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല, എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും നെഗറ്റീവും പോസിറ്റീവും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ടും കിട്ടുന്നില്ല, ഇത് ഇത്ര അറ്റംപ്റ്റ് ആയി കിട്ടുന്നില്ല, ഇത് തന്നെ കേൾക്കുവാണെങ്കിൽ നമ്മൾ ഓർക്കും അവർക്ക് ഇത്രയും നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കും കിട്ടില്ലായിരിക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ മാക്സിമം കൊടുക്കുക, മാക്സിമം എഫേർട്ട് ഇടുക, അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഞ്ജനയാണ്. 2025 ഡിസംബർ സൈക്കിളിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. വെൽക്കം അഞ്ജന. താങ്ക് യു സർ. ഈ ലേണിംഗ് ജേർണിയിൽ കണക്ക് ഞാൻ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അറിയാം, കണക്കിനെ പേടിയുള്ള ഒരാളായിരുന്നു. എങ്ങനെയായിരുന്നു I+ൽ എത്തി തുടങ്ങിയപ്പോൾ ഉള്ള കണക്കിലെ അവസ്ഥയും പരീക്ഷ എഴുതിയപ്പോൾ ഉള്ള ഒരു റിസൾട്ടും എങ്ങനെയുണ്ട്? ആദ്യം തന്നെ സിലബസിലുണ്ടെന്ന് കേട്ടപ്പോഴേ അത്യാവശ്യം ഭയങ്കര ഡെസ്പായിരുന്നു. മാത്സ് ഓൾറെഡി വിട്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ തുറന്ന് നോക്കിയിട്ടേ ഇല്ല. അപ്പം അങ്ങനെ വന്നപ്പം ഫസ്റ്റ് കണ്ടപ്പോൾ പേടിയുണ്ടായിരുന്നു. പിന്നെ സ്വാതി മിസ്സാണ് ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ ഇംഗ്ലീഷ് ആയതുകൊണ്ടുകൂടി കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് മാത്സിന് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തുടക്കം തൊട്ടേ DAയും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഒക്കെ തുടക്കം മുതലേ ചെയ്ത് അങ്ങനെ ബെറ്റർ ആയ പോലെ തോന്നി. ആദ്യമൊക്കെ DA ചെയ്യുമ്പോൾ എത്ര ചോദ്യങ്ങൾ കിട്ടുമായിരുന്നു ഇവിടെ വന്നപ്പോൾ? 1-2 ഒക്കെ. പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ DA ഫുൾ ശരിയായി. 5 ശരിയാക്കിയ ആളാണല്ലേ? എക്സലന്റ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങോ? 4 ശരിയായി. 4 ശരിയായി. 10 ഓൾമോസ്റ്റ് പോസിബിളായ മാക്സിമം സ്കോർ ചെയ്തു. നെറ്റിലേക്ക് എത്തിച്ചതും അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അല്ലേ? അതുപോലെ ഇംഗ്ലീഷിലെ ഡിഫിക്കൽട്ട് ഏരിയകൾ എന്തായിരുന്നു? പേപ്പർ 1 ഈ ഏരിയകൾ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് കൂടുതലും ഇപ്പം ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ, ബ്രിട്ടീഷ് ഹിസ്റ്ററി അങ്ങനെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വർക്കുകൾ, ഓതേഴ്സിനെ തമ്മിൽ അതിൻ്റെ ഇയറൊക്കെ ഒരുപാട് ഇയർ ഉണ്ടായിരുന്നു. അപ്പം അത് മെമ്മറൈസ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ സ്റ്റോറീസൊക്കെ പോലെ ഞങ്ങൾ തന്നെ കമ്പൈൻ സ്റ്റഡിയൊക്കെ പോലെ നടത്തി ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ഓർത്തിരിക്കുന്ന പോലെ തോന്നി. ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഓഫ്ലൈൻ ചൂസ് ചെയ്തത്. ഓൺലൈൻ എനിക്ക് അത്രയ്ക്ക് ആപ്റ്റ് അല്ലെന്ന് ആദ്യമേ തോന്നിയായിരുന്നു. എങ്ങനെ I+ന്റെ ഓഫ്ലൈൻ ക്ലാസ്സിനെ പറ്റി അറിഞ്ഞു? ഞാനിങ്ങനെ ഇൻസ്റ്റ വഴി യൂട്യൂബ് വഴി സ്ക്രോൾ ചെയ്ത് ബൈ ചാൻസ് കണ്ടതാണ്. അപ്പം ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും പിന്നെ വീഡിയോസൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കി. അപ്പോൾ സാറിൻ്റെ കുറച്ച് ക്ലാസ്സൊക്കെ ജസ്റ്റ് കണ്ടു. അപ്പോൾ തോന്നി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. എന്തായാലും എക്സ്പെക്ടേഷൻ ഒക്കെ ഫുൾഫിൽ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നല്ലേ? ഉറപ്പായിട്ടും. ഇനിയും നമുക്കിപ്പോൾ JRFിലേക്കൊക്കെ പോകണം. അടുത്തൊരു ജേർണി ഇനിയും കണ്ടിന്യൂ ചെയ്ത് പഠിക്കാനല്ലേ ഡിസിഷൻ? എന്ത് കാര്യങ്ങളൊക്കെ ഇംപ്രൂവൈസ് ചെയ്യും? കുറച്ചുകൂടെ നേരത്തെ ഒരു പങ്ക്ച്വലായിട്ട് എല്ലാം ചെയ്യണമെന്ന്. എനിക്ക് കുറച്ച് ട്രാക്കിലേക്ക് എത്താൻ എപ്പോഴും കുറച്ച് ടൈം എടുക്കും. തുടക്കത്തിലാണെങ്കിലും വന്ന് ജോയിൻ ചെയ്തു, ഞാനെന്നും പോയി വരുമായിരുന്നു. എല്ലാവരും ഹോസ്റ്റലിൽ നിൽക്കുക. അപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഈ പോയിട്ട് വരാൻ തന്നെ എനിക്ക് 2 hours അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും വരും. അപ്പോൾ ഡെയിലി അങ്ങനെ ആകുമ്പം ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പം പഠിക്കാൻ സമയം അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സമയം കണ്ടെത്തി ടെസ്റ്റുകൾ ഡെയിലി എടുക്കുമായിരുന്നു. അപ്പം ഇനി ആണെങ്കിലും തുടക്കം തൊട്ടേ അത് ടെസ്റ്റൊക്കെ ചെയ്ത് തുടങ്ങണം എന്ന് തോന്നുന്നു. അനലൈസൊക്കെ ആദ്യമേ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. പറയുമ്പോൾ തന്നെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് എനിക്ക് ഇവിടെ ഇരുന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, ഒരു വിജയം കിട്ടിയത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഒത്തിരി എനർജി തന്നിട്ടില്ല? ഉറപ്പായിട്ടും. ഇനിയും ഇംഗ്ലീഷിന് തയ്യാറെടുക്കുന്നവരുണ്ടാവും, പ്രത്യേകിച്ച് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളെന്നുള്ള നിലയിൽ അവരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും പേടിക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് പലരുടെയും റിവ്യൂസ് ഒക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ കൂടുതലും നമ്മൾ ഓരോരുത്തർ കേട്ടായിരിക്കും അറിയുന്നത്. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല, എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും നെഗറ്റീവും പോസിറ്റീവും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ടും കിട്ടുന്നില്ല, ഇത് ഇത്ര അറ്റംപ്റ്റ് ആയി കിട്ടുന്നില്ല, ഇത് തന്നെ കേൾക്കുവാണെങ്കിൽ നമ്മൾ ഓർക്കും അവർക്ക് ഇത്രയും നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കും കിട്ടില്ലായിരിക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ മാക്സിമം കൊടുക്കുക, മാക്സിമം എഫേർട്ട് ഇടുക, അപ്പോൾ ഉറപ്പായിട്ടും നമുക്കും കിട്ടും. ഒത്തിരി സന്തോഷം ഈ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തതിന്. വ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്നും A+ന്റെ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു.